അസ്സലാമു അലൈക്കും. മാനവരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം മതം നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് അംബിയാ മുർസലീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ അവസാനത്തെ ആളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ തനതായ ശൈലിയിൽ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു പിൽക്കാലത്ത് വന്ന അഇമ്മത്തുകളുടെയും ഉലമാഇൻ്റെയും ധർമ്മം. എന്നാൽ അമ്പിയാക്കളിൽ കള്ള നാണയങ്ങൾ ഉണ്ടായതുപോലെ പണ്ഡിതന്മാരിലും ചില കള്ള നാണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം ഇന്ന് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണക്ക് വിധേയമായിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഹിജ്റ 661 ജനിച്ച് 728 മരണപ്പെട്ട ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊന്ന് ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതമല്ല. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ച ആശയങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹം ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. അറേബ്യൻ ലോകത്ത് അദ്ദേഹത്തെ എടുത്തുദ്ധരിക്കാത്ത ഒരു പ്രസംഗമോ അതല്ലെങ്കിൽ ഒരു പുസ്തകമോ നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ സൗജന്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകം പോലും ഇബ്നു തൈമിയയുടേതാണ് എന്ന് പറയുമ്പോൾ വളരെയധികം നിരാശയാണ് നമുക്ക് തോന്നുന്നത്. ആരാണ് ഇബ്നു തൈമിയ? അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ്. മഹാന്മാർ അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? കിതാബുകളിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ടാവാം, മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച ആശയങ്ങൾ പിൽക്കാലത്ത് വരുന്ന ഇബ്നു അബ്ദുൽ വഹാബും അതേപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ആളുകളും അതൊരു പ്രമാണമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ആദ്യമായിട്ട് മഹത്തുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മഹാന്മാരായ ഇമാമിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാലോ, ഇമാം സുബുക്കി റഹിമഹുല്ല ഇബ്നു തൈമിയയുടെ സമകാലികനായ ആളാണ്. ആ സുബുക്കി ഇമാമ് ഇബ്നു തൈമിയയെക്കുറിച്ച് പറയുന്നത് നമുക്ക് അറിയാൻ കഴിയും. ഇസ്തിഗാസ എന്നുള്ളത് അത് മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും അംഗീകരിച്ചതാണ്. ഒരാളും അതിനെ എതിർത്തിട്ടില്ല. മഹാനായ ഇമാമുന സുബുക്കി റഹിമഹുല്ല തൻ്റെ ഷിഫാഉ സക്കാമിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ആരും അതിനെ എതിർത്തിട്ടില്ല. എല്ലാവരും അത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരും അത് ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാണ് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് മഹാനായ ഇമാമുന സുബുക്കി റഹിമഹുല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹത്താ ജാ ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ ആ വിദഅത്തുകാരുടെ അങ്ങേ തലക്കുള്ള നേതാവ്. മാത്രമല്ല, ഇബ്നു തൈമിയ പറയുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ തെറ്റാണ്, അതുപോലെ തന്നെ ഹദീസ് തെറ്റാണ് എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അവരുടെ വിചിന്തനം മാസിക കൃത്യമായിട്ട് പറഞ്ഞതാണ്. അത്രത്തോളം അവർ വലിയ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന ആ ഇബ്നു തൈമിയ വരുന്നത് വരെ ഒരാളും ഇസ്തിഗാസയെ എതിർത്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഇമാമുന സുബുക്കി റഹിമഹുല്ല തൻ്റെ ഷിഫാഉ സക്കാമിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഈ തഖിയുദ്ദീൻ സുബുക്കി റഹിമഹുല്ലയുടെ മറ്റൊരു കിതാബുണ്ട്, സഫറുസ് സഖീൽ. അതിൽ ഇബ്നു തൈമിയയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വലം യജിദ് ഷെയ്ഖൻ യഹ്ദി. ഒരു ഷെയ്ഖിനെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ബുദ്ധിയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, വിജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഖിനെ അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ട് അത് കാരണം അദ്ദേഹം വഴിപിഴച്ചു പോയി. ഇത്രത്തോളം മുജസ്സിമത്ത് അള്ളാഹുവിനെ ചില സൃഷ്ടികളുടെ വാദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇബ്നു തൈമിയയെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, അദ്ദുറുൽ കാമിനയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ സ്വഹാബത്തിനെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് 17 തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റുപറ്റി. മറ്റൊരു കിതാബിൽ കാണാൻ പറ്റും 300 തെറ്റ് അലി റളിയല്ലാഹു അൻഹു സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ മിമ്പറിൽ നിന്ന് മുകളിലെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇതേപോലെ അള്ളാഹു ആകാശത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരും. ഇത്തരത്തിലുള്ള വാദഗതികളൊന്നും ശരിക്കും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് യോജിച്ചതല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു വാദം, ഇത്തരത്തിലുള്ള വാദങ്ങളുള്ള ഒരു ഇബ്നു തൈമിയയെ ആണ് ഇന്ന് ആളുകൾ പിന്താങ്ങി അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞതുപോലെ വഹാബികളും മറ്റുമൊക്കെ വലിയ ഒരു ഷെയ്ഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേര് അങ്ങനെ ഒരു പട്ടം കൊടുത്ത് ചമയ്ക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. മാത്രമല്ല, മഹാനായ ഇബ്നു ഹജറിൻ അൽ ഹൈതമി റഹിമഹുല്ല ഷാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ്. മഹാനവറുകളുടെ തൊഹ്ഫെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ വയുസന്നു ഖബർ സിയാറത്ത് സുന്നത്താണ്, ബൽ ഖീല യജിബു
എന്ന് മാത്രമല്ല അത് നിർബന്ധമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വൽ മുനാസിഉ ഫീ ത്വലബിഹ, ഈ ഒരു ഖബർ സിയാറത്തിനെ എതിർക്കുകയും അതിനൊക്കെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ളാല്ലുൻ മുളില്ലുൻ എന്ന് കൃത്യമായിട്ട് തുഹ്ഫയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവൻ സ്വയം പിഴച്ചവനാണ്, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനാണ് എന്ന് കൃത്യമായിട്ട് ഇബ്നു ഹജർ തങ്ങൾ കൃത്യമായി തൻ്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയ ആ ഭാഗത്ത് മഹാനായ ഇമാം ഷെർവാനി റഹിമഹുല്ല ആ ളാല്ലുൻ മുളില്ലുൻ ആരാണെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് വഹുവ ഇബ്നു തൈമിയ്യ എന്ന് ഷെർവാനി നോക്കിയാൽ നമുക്ക് ആ സ്ഥലത്ത് കാണാൻ കഴിയും. അത് ഇബ്നു തൈമിയ്യയാണ്. അതുപോലെ തന്നെ വമൻ തബിഅഹു മിനൽ ഫിർഖത്തിൽ ളാല്ലത്തിൽ മഷ്ഹൂറത്തി ഫീ സമാനിന ബിൽ വഹാബിയ എന്ന് കൃത്യമായിട്ട് ഷെർവാനിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരൊക്കെ പേരെടുത്ത് തന്നെ ഇബ്നു തൈമിയ്യയെ വിമർശിച്ചതും നിഷേധിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാർ ഈ രൂപത്തിലൊക്കെ ഇബ്നു തൈമിയ്യയെ പറയുമ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും കൂടി നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഖുർആനിലുള്ള ഒരു ആയത്തുണ്ട്, വാഷ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ. ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നത് വഹാദ ദലീലുൻ അല അന്നഹു ഇദാ ജാഅഹും വജലസ അല കുർസിയിഹി അഷ്റഖത്തിൽ അർളു കുല്ലുഹ ബി അൻവാരിഹി. അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് അള്ളാഹു ഒരു കസേരയിലിരിക്കുമ്പം ലോകം മുഴുവൻ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ് റബ്ബ് എന്നൊരു താരതമ്യപ്പെടുത്തൽ ഇബ്നു തൈമിയ്യ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫതാവയുടെ 4-ാം വാള്യത്തിൽ കാണാം, ഇന്ന മുഹമ്മദൻ റസൂലുല്ലാഹി യുജ്ലിസുഹു റബ്ബുഹു അലൽ അർശി മഅഹു. അർഷിൽ അള്ളാഹുവിൻ്റെ കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ ഇരുത്തും. ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും ശരിയല്ല. ഫാത്തിമ ബീവിയെക്കുറിച്ച് തെറ്റുകൾ സംഭവിച്ച വനിതയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് പറയുന്നത് അവരൊന്നും അത്തരത്തിലുള്ള സാത്വികരായ ആളുകളൊന്നുമല്ല, മറിച്ച് അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് അലാ അഖ്ലാനാന, ഞങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ വിധി നടത്തുന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹു. അതേ സ്ഥാനത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ, ബാഹ്ലുൽ മദീനത്തിൽ ലായക്കാദൂന യഖുദൂന ബി ഖൗലി അലിയൻ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് മദീനക്കാർ ചെവി കൊള്ളാറില്ല. അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരാണ് ഹസൻ വ ഹുസൈൻ സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അവരെക്കുറിച്ച് പറയുകയാണ് വ അലമഹും ഫി സമാനിഹ വഹാദാ ഖൗലുൻ ബിലാ ദലീലിൻ. ഇത് തെളിവില്ലാത്ത സംസാരമാണെന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും അവിടുത്തെ പരമ്പരയെയും ഇകഴ്ത്തി കാണിച്ചു. അതിനൊക്കെ പുറമെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളിൽ ഒരുപാട് പുത്തനാശയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളും ദീനിനോട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കാത്ത, എന്നാൽ തൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങളെന്ന് അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി ഇതാണ് ഇസ്ലാം, ഇതിനെ നിങ്ങൾ പിന്തുടരണമെന്ന് പറഞ്ഞു. എന്നിട്ട് തഖ്ലീദ് ചെയ്യുന്ന വിശ്വാസികളെക്കുറിച്ച് ജൂതന്മാർ അവരുടെ പണ്ഡിതന്മാരെ ദൈവങ്ങളാക്കിയതുപോലെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തഖ്ലീദ് ചെയ്യുന്ന വിശ്വാസികളെന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ലോകത്തെ ഒന്നടങ്കം ഷിർക്കിലേക്കും കുഫറിലേക്കും മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെയാണ് ഫത്താവുൽ ഹദീസിയയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്ക് കുപ്പത്തൊട്ടിയിലേക്ക് അറിയണം, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സംസാരം എന്തിനാണ് ഇബ്നു തൈമിയ്യയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു സംശയം പലർക്കും ഉണ്ടാവുക. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബത്തിൻ്റെ മോശങ്ങൾ എടുത്തു പറയൽ അല്ലെങ്കിൽ അവരുടെ തിന്മകൾ പറയൽ അനുവദനീയമാണെന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മറുപടി കൊടുത്തത്, അവരോട് അടുക്കാൻ പാടില്ല, അവരോടുള്ള കൂട്ടുകൂടൽ, കൂടെ ഇരുത്തം, സഹവാസം ഒന്നും പാടില്ല. ഇതിനു പുറമെ അവരുടെ കർമ്മങ്ങൾ, അതായത് അവർ ചെയ്യുന്ന തെറ്റിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ ഇസ്ലാമിൻ്റെ നവോത്ഥാന നായകനായിട്ട് ചിലർ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിതാബുകളിലും അദ്ദേഹത്തിൻ്റെ രചനകളിലും ഉണ്ടായിട്ടുള്ള വക്രതകൾ നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥം മനസ്സിലാക്കാനും സത്യത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.